അപ്പോൾ വരികൾക്കിടയിൽ പത്രങ്ങളുടെ ഒരു ഓട്ടപ്രദക്ഷിണമാണ് നടത്തുന്നത്. ഇന്ന് പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തെല്ലാമാണ്, അതൊക്കെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു പരിചയപ്പെടുത്തലാണ് ഈ ചുരുങ്ങിയ സമയത്തിൽ. നമ്മൾ ജന്മഭൂമിയിലേക്ക് വന്നാൽ അതിൽ ഇന്ന് പ്രധാന തലക്കെട്ടായി ഇരിക്കുന്ന US ഇറാൻ ചർച്ച പരാജയം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തയാണ്. നിരാശരായി മടങ്ങുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞ വാർത്ത വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു ജന്മഭൂമിയിൽ. അതുകൂടാതെ ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ആശാ ഭോസ്ലെയുടെ മരണം തന്നെയാണ്. അലയടങ്ങാതെ ആശ, ഇതിഹാസ ഗായിക ആശാ ഭോസ്ലെ വിട പറഞ്ഞ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി ജന്മഭൂമിയിൽ നൽകിയിട്ടുണ്ട്. ഒന്നാം പേജ് മനോഹരമാക്കി അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ജന്മഭൂമിയുടെ ഉൾപേജിലേക്ക് വന്നാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ബംഗാളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നടത്തിയ വമ്പൻ റാലി, റോഡ് ഷോ, സമ്മേളനം, അതിൻ്റെ വാർത്തയാണ്. ബംഗാളിലെ കാടത്ത ഭരണം BJP അവസാനിപ്പിക്കും എന്നുള്ള വളരെ പ്രാധാന്യത്തോടെയുള്ള വാർത്ത പൊതുവാർത്തയായി ജന്മഭൂമിയിൽ നൽകിയിട്ടുണ്ട്. അങ്ങനെ അത് മാത്രമല്ല, മറ്റൊരു വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്താണ്, മറ്റു മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത വാർത്ത, മഹാരാഷ്ട്രയിലെ മതപരിവർത്തനത്തിൻ്റെ വാർത്ത. അത് ജന്മഭൂമി കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ ദിനപത്രം എന്നുള്ള നിലയിൽ ജന്മഭൂമിയും ജനൻ TVയെ പോലെ ഇത്തരം വാർത്തകൾ, വേറെ ഒരു മാധ്യമവും നൽകാത്ത വാർത്തകൾ നൽകാൻ തൻ്റെ ഇടമുള്ള പത്രമാണ്. മതപരിവർത്തനം, മഹാരാഷ്ട്രയിൽ 7 പേർ പിടിയിൽ എന്നുള്ള വാർത്ത ജന്മഭൂമി വളരെ വിശദമായി തന്നെ പത്രത്തിൽ നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത പത്രത്തിലേക്ക് നമുക്ക് കേരള കൗമുദിയിലേക്ക് പോയാലോ. കേരള കൗമുദിയും ഇപ്പോൾ വിനോദ് പറഞ്ഞതുപോലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഗസാഗരം മൗനമായി എന്ന ഹെഡിൽ ആശാ ഭോസ്ലെയുടെ മരണമാണ്. അപ്പോൾ അവരുടെ ജീവിതരേഖ കൊടുത്തിട്ടുണ്ട്, മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇൻ്റർനാഷണൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. നമുക്ക് നിതിൻ്റെ പ്രധാനപ്പെട്ട ആ അമ്മയുടെ വേദന എനിക്കേ മനസ്സിലാകൂ, നിതിൻ്റെ അമ്മയെ കാണാൻ സിദ്ധാർത്ഥൻ്റെ അമ്മ എത്തിയ ആ ദൃശ്യങ്ങളൊക്കെ ഇന്നലെ പ്രേക്ഷകർ കണ്ടു കാണും. അതുമായി ബന്ധപ്പെട്ട 3 പ്രധാന വിവരങ്ങളാണ് ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കൗമുദിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വാർത്താ സമ്പന്നമാണ് കേട്ടോ അവരുടെ ഇന്നത്തെ പ്രാദേശികമായാലും. ആശാ ഭോസ്ലെ പറ്റി അകത്ത് 2 പേജ് അവർ മാറ്റി. അതെ. അതിനു മുൻപ് നമുക്ക് നിതിൻ്റെ ആ വാർത്തയൊന്ന് പറയണം. കണ്ണ് തുറന്ന് നോക്കടാ പൊന്നുമേന, അമ്മയും അച്ഛനും ചേച്ചിയും പൊട്ടിക്കരയുന്ന ഒരു ചിത്രം കൊടുത്തുകൊണ്ടാണ് അവർ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കണ്ണീരണിഞ്ഞ സുഹൃത്തുക്കൾ ആ വാർത്തയും കൊടുത്തിട്ടുണ്ട്. ശരി, കൊലാലയങ്ങളായി കലാലയങ്ങൾ, 9 വർഷത്തിനിടെ മരിച്ചത് 5 വിദ്യാർത്ഥികൾ. വളരെ സാമൂഹിക പ്രാധാന്യമുള്ളൊരു വാർത്തയാണ്. KS അരവിന്ദാണ് ഈ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ കലാലയങ്ങൾ കൊലാലയങ്ങളായി മാറുന്നത്, അതായത് കഴിഞ്ഞ 9 വർഷത്തിനിടെ 5 വിദ്യാർത്ഥികൾക്കാണ് ക്യാമ്പസുകളിൽ ജീവൻ നഷ്ടമായത്. 2017 മരിച്ച ജിഷ്ണു പ്രണോയ് മുതൽ കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ RL നിതിൻ രാജ് വരെ ഇക്കൂട്ടത്തിലുണ്ട്. ജാതി അധിക്ഷേപവും കോളേജ് അധികൃതരുടെ പീഡനവുമാണ് വില്ലന്മാരായി മാറിയത്. പക്ഷേ പ്രതികളെല്ലാം കേസിൽ നിന്ന് രക്ഷപ്പെടും. തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി പലപ്പോഴായി ഈ പ്രതികളെല്ലാം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിതിൻ രാജിൻ്റെ സാഹചര്യവും അത് തന്നെയാണോ? കുടുംബത്തിന് നീതി കിട്ടുമോ എന്നൊക്കെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ജിഷ്ണു പ്രണോയ് കേരളം മറക്കാനിടയില്ല. ശ്രദ്ധ സതീഷ്, സിദ്ധാർത്ഥൻ, അമ്മു സജി, ഇവരെല്ലാം ജീവനൊടുക്കുന്നതിന് മുൻപ് കുറിപ്പെഴുതി വെച്ചിട്ടാണ് ജീവനൊടുക്കിയത്. അതിൽ കൃത്യമായി വിവരങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഇരയായത് നിതിൻ രാജാണ്. ഇനിയും തുടരുന്ന ഒരുപാട് കൊലപാതകങ്ങൾ അല്ലെങ്കിൽ മരണങ്ങൾ ഇനിയും നമ്മളെ കേരളത്തെ വേദനിപ്പിക്കാനെ കാത്തിരിക്കണം. എന്തെങ്കിലും കൃത്യമായ നടപടി വേണമെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇവരുടെ സെൻട്രൽ പേജ് അത് ആശാ ഭോസ്ലെക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു ഡെബ്യൂട്ടായിട്ട് കാണാം. എന്തായാലും ആശാജി എന്ന രാഗസാമ്രാജ്യം, അങ്ങനെ KS ചിത്രയുടെ അനുസ്മരണക്കുറിപ്പ്, അങ്ങനെ അവരുടെ ഹിറ്റ് ഗാനങ്ങൾ, അവരുടെ ജീവിത വഴികൾ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ആ ഒരു 2 പേജ്, ആ സെൻട്രൽ പേജ് ആശാ ഭോസ്ലെക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ നമ്മൾ രാവിലെ വായിച്ച വാർത്തകളാണ് ഇവർ അധികവും കൊടുത്തിരിക്കുന്നത്. യെസ്, കളർഫുൾ ആയിട്ടുണ്ട്. അതെ. ഇന്ന് മലയാള മനോരമയിലേക്ക് വന്നാലും ആശാ ഭോസ്ലെയുടെ മരണം തന്നെയാണ് അവർ ലീഡ് ഏറ്റവും മുകളിലാക്കി കൊടുത്തിരിക്കുന്നത്. അനശ്വരം ആശാഗാനം എന്നുള്ള നിലയിലാണ്. വാർത്തകളിലേക്ക് വന്നാൽ അന്താരാഷ്ട്ര വാർത്ത, ഹോർമുസിൽ പടയൊരുക്കം, ഒരു കപ്പലും കടത്തിവിടില്ല എന്ന് ട്രംപിൻ്റെ ഭീഷണി, ചർച്ച തുടരാൻ ശ്രമിക്കുമെന്ന് പാകിസ്ഥാൻ, ഇറാൻ US ഇസ്ലാമാബാദ് ചർച്ച പൊളിഞ്ഞു എന്നുള്ള വാർത്ത വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. അതിൽ നൽകിയിരിക്കുന്ന ഒരു ചിത്രം ആ വാർത്തയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രമാണ് നൽകിയിട്ടുള്ളത്. അതായത് ഇതൊക്കെ US ഫ്ലോറിഡയിൽ അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരം കാണുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രം, ഫൈറ്റിംഗ് കാണുന്ന ട്രംപിന്റെ ചിത്രം ഈ വാർത്തയ്ക്ക് ആ വാർത്തയ്ക്ക് ചേരുന്ന ഒരു ചിത്രമാണ്
മനോരമ നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാന വാർത്ത, അപകടത്തിൽപ്പെട്ട യുവതിയെ രക്ഷാപ്രവർത്തകൻ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയാണ്. ആലപ്പുഴയിൽ നിന്നുള്ള വാർത്തയാണ്. ഛേ എന്നുള്ള ഒരു പ്രത്യേക ഹാഷ്ടാഗ് അല്ല, ആദ്യം നമുക്ക് വരുന്ന പ്രതികരണം അത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. അതുമാത്രമല്ല, ഈ നേരത്തെ നിതിൻ രാജിൻ്റെ മരണം സംസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്ത ഒന്നാം പേജിൽ തന്നെ മനോരമ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. അധ്യാപകർക്കെതിരെ പ്രേരണ കുറ്റം, അധിക്ഷേപത്തെ തുടർന്ന് BDS വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത വാർത്ത. അതിനെ തുടർന്ന് സംസ്കാര ചടങ്ങിൽ അച്ഛനും അമ്മയും വിതുമ്പിക്കരയുന്ന ചിത്രം കൊടുത്തിരിക്കുന്നു. ആ ചിത്രം കണ്ടാൽ നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോകുന്ന ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിശദമായ വാർത്തയും മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഉൾപേജിലേക്ക് പോകുമ്പോഴും നേരത്തെ നമ്മൾ കേരള കൗമുദിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആശാ ഭോസ്ലെ എന്തായിരുന്നു എന്നുള്ളത്, ആശാ ആനന്ദഗീതം എന്നുള്ള നിലയിൽ അവർ വിശദമായി 2 പേജ് അവർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്നത്തെ എഡിറ്റോറിയലും ആശാ ഭോസ്ലെ ആശയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നും കാലത്തിൻ്റെ കാതോരത്ത് ആശാ ഭോസ്ലേക്ക് അന്ത്യാഞ്ജലി എന്നുള്ള എഡിറ്റോറിയൽ വളരെ വിശദമായിട്ട് മനോരമ നൽകിയിട്ടുണ്ട്. മനോരമയിലെ സ്പോർട്സ് വാർത്തകളും ഒക്കെ വിശദമായി നൽകിയിട്ടുണ്ട്. അതാണ് മനോരമയിൽ ഇന്ന് എടുത്തു പറയേണ്ട വാർത്തകൾ. ശരി, നമുക്ക് മാതൃഭൂമി നോക്കിയാലോ? അതെ. മാതൃഭൂമിക്ക് ഇന്ന് ഒരു ജാക്കറ്റ് പേജ് ഉണ്ട്. ഒരു ആഡിന് വേണ്ടി അവരത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി അവരുടെ റിയൽ ഫസ്റ്റ് പേജിലേക്ക് വന്നാൽ അവരുടെ ആ ഒരു ബാനർ തന്നെ, മാതൃഭൂമിയുടെ ബാനർ തന്നെ ഈ മ്യൂസിക്കിൻ്റെ സിമ്പിളൊക്കെ വെച്ചിട്ട് ആശാ ഭോസ്ലേക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ഓ മേരെ സോനാരി എന്നുള്ള പ്രശസ്തമായ ആശാനാഥം ഇനി ഹൃദയങ്ങളിൽ എന്നുള്ള തരത്തിലുള്ള നല്ല മനോഹരമായ ഹെഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം അധിക്ഷേപിച്ച് കുരുങ്ങി നിതിൻ രാജിൻ്റെ മരണം. ഈ 2 വാർത്തകളാണ് ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കി എനിക്ക് തോന്നുന്നു സിംഹഭാഗവും പരസ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ മാതൃഭൂമി. പരസ്യമില്ലെങ്കിൽ പത്രം ഇറങ്ങില്ല, അതാണ് അവസ്ഥ. ഓക്കെ, പക്ഷേ ഫ്രണ്ട് പേജിൽ പരസ്യം കൊടുക്കുന്നതിനോട് എനിക്ക് എത്ര വലിയ നിങ്ങൾ യോജിക്കണ്ടല്ലോ. അതെ, ഓക്കെ, നമുക്ക് വാർത്തകളിലേക്ക് പോകാം വിനോദ്. ഇനി നാട്ടുവർത്തമാനത്തിലേക്ക് വരികയാണെങ്കിൽ, വിസിലടിച്ച് വിജയി, ജനനായകനെ വാഴ്ത്തി ജനം. ഇന്നലെ സോഷ്യൽ മീഡിയ ആകെ ഏറ്റെടുത്ത ഒരു വീഡിയോ ആയിരുന്നു. അതായത് നമ്മുടെ തമിഴക വെറ്റുകഴകത്തിൻ്റെ ചിഹ്നമായ വിസിലൂതി നടൻ വിജയി കന്യാകുമാരിക്ക് സമീപം മഹാദാനത്തുപുരത്ത് ഞായറാഴ്ച വൈകിട്ട് നടന്ന സമ്മേളനത്തിലും റോഡ് ഷോയിലും നായകനെ കാണാൻ ആവേശമുയർത്തിയ ആരാധകരെത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിജയ് സഞ്ചരിച്ചത് ഒരു സൈക്കിളിലാണ്. ആ ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായ ചിത്രം, ഒപ്പം നല്ല റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് സമയം അവസാനിക്കുകയാണ്. പുത്തൻപുലരിയുടെ സമയം അവസാനിക്കുന്നു. നീണ്ട 2 മണിക്കൂറാണ്. വിശദമായ വാർത്തകൾ, അതിഥികൾ, പ്രധാനപ്പെട്ട ചർച്ചകൾ, അന്താരാഷ്ട്ര വാർത്തകൾ, പത്രവിശേഷം എല്ലാം ചർച്ച ചെയ്തു.